ആ ജിൻഡോ ചേട്ടന് ചെക്ക് കിട്ടി, ആ ചെക്ക് കൊടുത്ത് പറ്റിച്ചേ, ആ ചെക്ക് കൊടുത്ത് പറ്റിച്ചേ. പറ്റിച്ചൊന്നുമില്ല കേട്ടാ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. ചെക്കൊന്നും കൊടുത്ത് പറ്റിച്ചില്ല. പക്ഷേ നമ്മുടെ ബിഗ് ബോസ് താരം വിന്നറായിട്ടുള്ള ജിൻഡോ ചേട്ടന് ചെക്ക് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ കോൺഫിഡന്റ് ഗ്രൂപ്പ്. അപ്പോൾ 50 ലക്ഷം രൂപ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. വെറുതെയാണ്, 50 ലക്ഷം ഒന്നും കിട്ടിയില്ല. ആ മനുഷ്യനെ 36 സംതിങ് രൂപയുടെ ചെക്കാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി മൊത്തം കോൺഫിഡന്റിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബാക്കി മൊത്തം നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുപോയിരിക്കുകയാണ് ടാക്സ് എന്ന രീതിയിൽ. അത് പിന്നെ ഉണ്ടല്ലോ, ഇവിടെ മനുഷ്യന്മാരൊരു 50 രൂപ ഉണ്ടാക്കിയാൽ അതിനകത്ത് 20 രൂപ ടാക്സ്. അത് കേരളമായത് കൊണ്ട് ഇതൊക്കെ കാണുമ്പോഴാണ് ആലോചിക്കുന്നത്, ഇവിടെ ഒന്നും ജനിക്കണ്ടായിരുന്നു, വേറെ എവിടെയെങ്കിലും ജനിച്ചാൽ മതിയായിരുന്നു. സത്യമായിട്ടും എന്താന്നാ ഇത്? അപ്പൊ എന്തായാലും നമുക്ക് ജിൻഡോ ചേട്ടന്റെ ചെക്കിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അതുപോലെ ഞാൻ കണ്ടു കേട്ടോ, ഒരുപാട് പേര് ഈ ഒരു വീഡിയോ ചെയ്തു. പക്ഷെ ആരും പറയാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയും, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണല്ലോ നമ്മുടെ പരിപാടി. അപ്പോ ഞാൻ കണ്ടു, 1-2 പേര് വീഡിയോ ചെയ്തേക്കുന്ന കണ്ടു. ഈ ഒരു ചെക്ക് കൊടുത്തിന്റെ ആ ഒരു ചെക്ക് കൊടുക്കൽ പരിപാടിയുടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ചെയ്തേക്കുന്ന കണ്ടു. പക്ഷെ ആരും കാണിക്കാതെ പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഇവിടെ കാണിക്കാൻ പോവുകയാണ്. അതുകൂടാതെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കണ്ടു, ഞാനും ഇന്ന് അന്ന് സ്റ്റേജ് വിളിച്ചു കണ്ടു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ജിൻഡോ ഇസ് എ വെരി സിമ്പിൾ ഡൗൺ ടു എർത്ത് പേഴ്സൺ. ഒരു ഞാൻ പറയും എപ്പോഴും ഒരു സക്സസ്സിൽ ഒരു എളിമ വേണം, അപ്പോഴാണ് ഇനിയും സക്സസ് ആവും. അപ്പൊ നമ്മുടെ ദൈവം അത് കാണും, പിന്നെയും അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പ് അടുത്തൊരു ബിഗ് ബഡ്ജറ്റ് മൂവി ചെയ്യുന്നുണ്ട്, ഡയറക്ടർ VK പ്രകാശിന്റെ കൂടെ. അപ്പോ യു ഷോ ദ സ്റ്റാഫ് ഓൾസോ. അപ്പൊ ഞാനത് VK പ്രകാശ് ജിയോട് സംസാരിച്ചു. അപ്പൊ കോൺഫിഡന്റിന്റെ അടുത്ത സിനിമയില് ജിൻഡോന് നല്ലൊരു റോള് പുള്ളി ഓഫർ ചെയ്തു. കൺഗ്രാറ്റുലേഷൻ. അപ്പോൾ സംഗതിയുടെ കിടപ്പുകൾ അങ്ങനെയാണ്. കുറെ പേര് പറയുന്നത് ഞാൻ കേട്ടു, അതായത് PR കൊണ്ട് മാത്രമാണ് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ജയിച്ചു പോകുന്നത് എന്നുള്ള കാര്യം കുറെ പേര് പറയുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. PR കാണും, PR ഇല്ലാതെ ഒന്നും ഇരിക്കത്തില്ല. ഓക്കെ, ജിൻഡോ ചേട്ടൻ അവിടെ പലയിടത്ത് വെച്ച് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആ വ്യക്തിയെ ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഈ എത്രയൊക്കെ PR ചെയ്തെന്ന് പറഞ്ഞാലും അയാൾ അതിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. അല്ലാതെ മൂലയ്ക്ക് പോയി മറ്റേ കുത്തിയിരുന്ന നിങ്ങളുടെ പുറത്ത് ഹെവി PR നടത്തിയാലും കയറി പോകത്തില്ല. അതൊന്നും മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ റോയ് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പുള്ളി ഒരു ഭയങ്കര ഹംബിൾ ആയിട്ടുള്ള, ലൈക്ക് ഗ്രൗണ്ട് ടു എർത്ത്. പുള്ളിയുടെ അത് സംസാരമാണെങ്കിലും നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും പുള്ളിക്ക് അങ്ങനെ വലിയ അഹങ്കാരം, ഇപ്പൊ ഈ ഒരു കപ്പ് കൊണ്ടുപോയതിന്റെ പുറത്ത് മറ്റേ അഹങ്കാരവും അങ്ങനത്തെ ഒരു പരിപാടി ആ ഒരു വ്യക്തി പുറത്തിറങ്ങിയ ശേഷം നമുക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ നോക്കിയാൽ മതി, പുള്ളി പല സ്ഥലത്ത് പോകുന്നുണ്ട്, എല്ലായിടത്തും അവിടെ മറ്റേ എന്താ തൊപ്പിയുടെ ഒരു ലൈവിലൊക്കെ ചെന്നിട്ട് തൊപ്പിക്ക് കൊടുക്കുക, നീ പിടിമോനെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ളത്. ഈ ഒരു സാധനമാണ് പുള്ളി കാണിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ എന്താണ് റോക്കി ബായ് ചോദിക്കുന്നത് കേട്ടു, ജിൻഡോ പറയുന്നുണ്ടായിരുന്നു 50 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വീതിച്ചങ്ങ് കൊടുക്കും, എനിക്ക് വേണ്ട പക്ഷെ എല്ലാവർക്കും അങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. ഈ റോക്കി പുള്ളിയുടെ ഒരു മനസാക്ഷി വെച്ച് അങ്ങനെ ഒരു സാധനം പറഞ്ഞു. അതായത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാന്ന്. ആ 50 നോക്കി അതും ചോദിച്ചോണ്ടത് എനിക്ക് വേണ്ട ബാക്കിയുള്ളവർക്ക് കൊടുക്കണം എന്ന് പറയാൻ നീ ആരാ? എനിക്കത് മനസ്സിലായില്ലടോ. നാണമില്ലേ ഇത് പറഞ്ഞോട്ട് കിടക്കാനെന്ന് ഞാൻ ആലോചിച്ചു. പുള്ളി ചിലപ്പം 10 പേരെ കാണിച്ചിട്ടായിരിക്കും 6 കിലോ കൊടുക്കുന്നത്. ഇതിനകത്തുള്ളവർക്ക് തന്നെ കൊടുക്കണമെന്ന് എന്താ, പുറത്തുള്ള 6 കിലോ ഒക്കെ. ഇപ്പൊ ഈ റോയ് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ മൊത്തം ഒന്നും വെക്കുന്നില്ല, ഇതിനകത്ത് പിന്നെയും റോയ് പറയുന്നുണ്ട്, അതായത് ഡോക്ടർ റോയ് CJ പറയുന്നുണ്ട്, അതായത് ജിൻഡോ കുറച്ച് കുട്ടികൾക്കൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജിൻഡോ ചേട്ടനാ ചിലപ്പോൾ ആ കാശിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. അത് പുള്ളിയുടെ ഇഷ്ടം, പുള്ളി ചെയ്യട്ടെ. എന്റെ റോക്കിയെ പോലുള്ള ചൊറിയൻ ചേട്ടന്മാരെ അതിനകത്തൊക്കെ പുള്ളി എന്ത് ചെയ്യുന്നു? പുള്ളി ആ കാശെടുത്ത് മറ്റേ ബിയർ അടിച്ചോ, ഹാൻഡ്സ് എടുത്ത് തിരികെ കയറ്റിയോ, സിഗരറ്റ് വലിച്ചു കളഞ്ഞോ, ഇതൊന്നും നൺ ഓഫ് അവർ ബിസിനസ് ഡ്യൂട്ട്സ്. അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല, അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ്. പിന്നെ പടത്തിന്റെ കാര്യം, മറ്റേ VK പ്രകാശിന്റെ ഒരു പടം ഇപ്പൊ വരുന്നുണ്ട്. കോൺഫിഡന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ബ്രഹ്മാണ്ഡ ചിത്രം, നല്ല കാശൊക്കെ ഇറക്കിയിട്ടുണ്ടെന്നൊക്കെയാ പറയുന്നത്. എനിക്ക് അറിയാൻ പാടില്ല, ഡയറക്ടർ VK പ്രകാശും കൂടെ ആണ്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്തായാലും ജിൻഡോ ചേട്ടന് ഒരു സിനിമയിലേക്ക് ഒരു റോളും കൂടെ കിട്ടിയിരിക്കുകയാണ്. അത് പുള്ളിയുടെ നല്ല മനസ്സിന്റെ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പൊ കുറെ പേര് പറയും പുള്ളി അങ്ങനെ, പുള്ളി വളരെ വളരെ മോശമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അതിനകത്ത് നമ്മളൊക്കെ കാണുമ്പോഴും ആദ്യമേ. പക്ഷെ എപ്പോഴും ഞാൻ പറയുന്നതാണ്, ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ആയിടും. അതെല്ലാവർക്കും ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്ക്. ഒരാൾ തെറ്റുണ്ട് പുള്ളിയുടെ, നമ്മളെല്ലാവരും ഡീസന്റ് ആണോ? നമുക്ക് എല്ലാവർക്കും തെറ്റുണ്ട്. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി നന്നായാൽ
നന്നായാൽ അത് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അത് നിനക്കൊന്നും പറ്റുന്നില്ലെങ്കിൽ പോയി വേറെ വല്ല പഠിക്കുകയും പോവുക. അത്ര എനിക്ക് പറയാനുള്ളൂ. നമുക്ക് ബാക്കി കുറച്ചും കൂടെ വീഡിയോ കാണാം. അതായത് ചെക്ക് കൊടുക്കുന്നതിന്റെ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്, ഒന്ന് കണ്ടോ. ഇത് ജിൻറ്റോന്റെ ബിഗ് ബോസിന്റെ ചെക്കാണ്. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നത് എന്താ 34 ലക്ഷം, അപ്പൊ കോൺഫിഡൻസ് ഗ്രൂപ്പ് 50 ലക്ഷം അല്ലേ പറഞ്ഞത്. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പോണ ഗിഫ്റ്റ് ടാക്സ്. അപ്പൊ ജിൻറ്റോ ഒരു ഹയസ്റ്റ് ടാക്സ് പേരും കൂടിയായി. ഹയസ്റ്റ് ടാക്സ് പേർ 15 ലക്ഷം രൂപ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ടാക്സ് കിട്ടണേ. അപ്പോ ജിൻറ്റോ, യു ആർ എ പ്രൗഡ് ഇന്ത്യൻ ഓൾസോ. റോയ് ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പ്രൗഡ് ഇന്ത്യൻ ജിൻഡോ ചേട്ടൻ മാത്രമൊന്നും അല്ല കേട്ടാ. വളരെ തുച്ഛമായ കാശ് കിട്ടിയ ഞങ്ങൾക്കും, അല്ലെങ്കിൽ വളരെ തുച്ഛമായ കാശ് കിട്ടുന്ന ഈ ഇന്ത്യയിലെ ഓരോ ജനങ്ങളും അതിന്റെ കുറച്ചും ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട് തള്ളി ഗവൺമെന്റിന് ടാക്സ് എന്നുള്ള രൂപയാണ്. ഓക്കെ, പിന്നെ ജിൻഡോ ചേട്ടന്റെ കേസ് എല്ലാവരും അറിയുന്നത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായി എനിക്ക് വേണ്ട കേട്ടോ. പക്ഷെ 50 ലക്ഷം കിട്ടിയാലും അപ്പം 15 ലക്ഷം അല്ല 14 സംതിങ് ഗവൺമെന്റിലേക്കല്ലേ. എന്റെ ദൈവമേ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, വേറെ വല്ലോടത്തും അല്ല ഗൾഫിലൊക്കെ വല്ലതും അടിച്ചാൽ മതിയോ, അവിടെയൊക്കെ വല്ല മറ്റേ എന്താ. പിന്നെ അത് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ മൊത്തം പോക്കാണ്. അവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ അവിടെ തന്നെ നമുക്ക് ലാവിയായിട്ട് യൂസ് ചെയ്യാം. ഗൾഫിലൊക്കെ വല്ല ലോട്ടറി ഒക്കെ അടിച്ചാലോ, ഇവിടെ എന്ത് കിട്ടിയാലും എന്റെ പൊന്നെ, എന്നാ ഇവൻ പറഞ്ഞാണ് ആലോചിക്കുന്നത്. എന്നാ ഇവിടുത്തെ ഗവൺമെന്റിന്റെ മറ്റേ എന്താണ് ഖജനാവി കാശില്ല എന്നാ പറയുന്നത്. ഒരാൾക്ക് പ്രൈസ് 50 ലക്ഷം കിട്ടിയാലും അതിനകത്തുനിന്ന് 15 ലക്ഷം 14 ലക്ഷം ഇവന്മാരുടെ അണ്ണാക്കിനകത്തോട്ടാ പോകുന്നത്. പിന്നെ ഈ ഇതൊക്കെ എവിടെ പോകണേ ഈ പൈസയൊക്കെ? എന്തായാലും അതൊക്കെ വിട്ടുകളഞ്ഞേക്കാം. നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബിഗ് ബോസുമായിട്ട് സംബന്ധപ്പെടുത്തി ഞാൻ സംസാരിക്കുന്നില്ല. വേറെ വരും വീഡിയോകളിൽ റിയാക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഈ നാട്ടിലെ വെച്ച് സംസാരിക്കുമ്പം വരും. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ജിൻഡോ ചേട്ടൻ സിനിമയിലേക്കൊക്കെ അഭിനയിക്കാൻ പോവാണ്. ജിൻഡോ ചേട്ടാ, കൺഗ്രാറ്റ്സ്, അടിച്ചു പൊളിക്കുക, പടത്തിലേക്ക് അഭിനയിക്കുക, പൊളിയാവട്ടെ. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഈ ഷോ ഡയറക്ടർ ഉണ്ടല്ലോ, എന്താ ഹാഫിസ്, കുഞ്ഞൻ, കുട്ടൻ, അവൻ ഒരു പോസ്റ്റ്, ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ജിൻഡോ ചേട്ടനൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. സംഗതി വേറൊന്നുമല്ല, ബിഗർ ബോൾഡർ ബിഗ് ബോസ് താങ്ക് ഫോർ മേക്കിംഗ് ഇറ്റ് എപ്പിക്. എന്നിട്ട് 18 TVR എന്ന് പറഞ്ഞേക്കുന്നത് കണ്ടോ. അതായത് വേറൊന്നുമല്ല, TRP റേറ്റിംഗിൽ 18ാമത് ആണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6. നമ്മുടെ ബിഗ് ബോസ് സീസൺ 4 ഏതാണ്ട് ഒരു 17 എന്നാണ് പറഞ്ഞത്. അതിനെക്കാട്ടിലും കയറിയിട്ടുണ്ട് ഈ ഒരു TRP ലെവലിൽ ബിഗ് ബോസ് സീസൺ 6 എന്നാണ് പറയുന്നത്. അതിപ്പോ ഉള്ളതാണോ അല്ലയോ എന്നാണ് എനിക്കൊരു സംശയം. കാരണം വേറൊന്നുമല്ല, ഈ ഒരു സീസൺ കണ്ടോണ്ടിരുന്ന പല ആൾക്കാരും പകുതി വെച്ച് നിർത്തിയിട്ട് പഴയ സീസണൊക്കെ പോയി കണ്ടവരെ എനിക്കറിയാം. അത്രയ്ക്കും ആളുകൾ വെറുത്തൊരു സീസണാണ് സീസൺ 6. അപ്പൊ ഇത്രയും TRP അങ്ങനെ കേറിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒറ്റ പേരേ ഉള്ളൂ, എന്റെ പൊന്നു മോള്, സ്വന്തം ജാസ്മിൻ മോള്. കുൽസിതത്തിന് വേണ്ടി മാത്രം ആളുകൾ കണ്ട് തെറി പറയാൻ വന്ന, അങ്ങനെ ചിലപ്പോൾ കയറിയതാണെങ്കിലും ഉള്ളു, അങ്ങനെ ചിലപ്പോൾ കയറി കാണുമായിരിക്കും. ഇല്ലെങ്കിൽ അടുത്ത വർഷം വീണ്ടും ഈ പരിപാടിയും കൊണ്ട് വരണ്ടേ? അപ്പൊ മാർക്കറ്റ് ചെയ്യാൻ കുറെ, ഇപ്പൊ ഇത്തവണ കുറെ പേരുണ്ടായിരുന്നു, മറ്റേ മാർക്കറ്റിംഗ്, അമൃതവേണി, ഇതേക്ക് അടുത്ത പ്രാവശ്യം കുറെ പേര് വേണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി TRP ഇത്ര ഉണ്ടെന്നൊക്കെ കാണിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ. അല്ലാതെ 16 മറ്റേ നമ്മുടെ 4നെക്കാട്ടിലും 5നെക്കാട്ടിലും മേളിപ്പോലുള്ള ഉണ്ടാടി, എനിക്കറിയാൻ പാടില്ല. എന്തായാലും അതൊക്കെ ഏഷ്യാനെറ്റും ബിഗ് ബോസ് ടീമിന്റെ ഒക്കെ മാർക്കറ്റിംഗ് പരിപാടികൾ അവർ ചെയ്തോട്ടെ. നമ്മൾ മറ്റേ ചുഴഞ്ഞു കുഴിഞ്ഞു പോയി അവന്മാരെ പറഞ്ഞു വെറുതെ എന്തിനാ? കുറെ പേര് അതിന്റെ പുറകെ വർക്ക് ചെയ്യുന്നതല്ലേ, ആയിക്കോട്ടെ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചത്, ഇത് കണ്ടോ. ഇത് വേറൊന്നുമല്ല, ബിഗ് ബോസ് സ്പെഷ്യൽ നൈറ്റ് അങ്ങ് ദുബായിലാണ്. താഴെ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ദുബായിലുള്ള ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. സംഗതി വേറൊന്നുമല്ല, നാളെ അല്ല, ഞാൻ ഈ വീഡിയോ വെള്ളിയാഴ്ച രാത്രിയിലാണ് എടുക്കുന്നതെങ്കിലും ശനിയാഴ്ച ഉച്ചക്കത്തേക്ക് ഞാൻ ഇടാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ ശനിയാഴ്ച രാത്രിയിൽ ഈ ഒരു പരിപാടി നമ്മുടെ ദുബായിൽ വെച്ച് നടക്കുന്നുണ്ട്. എവിടെയായിരുന്നു? നമ്മുടെ ഹോളിഡേ ഇന്നിൽ വെച്ചിട്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ DJ നമ്മുടെ സിബിൻ കണ്ടക്ട് ചെയ്യുന്ന സിബിന്റെ DJ പരിപാടിയൊക്കെ ഉള്ളൊരു പരിപാടിയാണ്. ഒരു DJ ഷോ 10 തൊട്ടാണ്. 10 തൊട്ട് സ്റ്റാഗ് തുടങ്ങുന്നു തോന്നാ, 10ക്ക്. അപ്പം ഋഷിയുണ്ട്, അഭിഷേക് ഉണ്ട്, ജിൻഡോ ചേട്ടൻ വരുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് നമ്മുടെ ഇവരുടെയൊക്കെ ഫാൻസുകൾ, മാമന്മാർ, കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോകുക, ഇവരെയൊക്കെ കാണാം. പക്ഷെ കാശ് കൊടുത്താലേ DJ പരിപാടി അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 100 ദിറംസോ 200 ദിറംസോ അങ്ങാണ്ടാണ്.
അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി നാളെ ദുബായിൽ അരങ്ങേറാൻ പോവുകയാണ്. സിബിന്റെ വക അങ്ങോട്ട് ചാടാ. അപ്പൊ സിബിൻ എന്തായാലും ബിഗ് ബോസിന്റെ ടീം ക്രൂ ആൾക്കാരോട് മാത്രമേ ഉള്ളൂ കേട്ടോ ദേഷ്യമൊക്കെ. ബിഗ് ബോസിലുണ്ടായിരുന്ന നമ്മുടെ ജിൻഡോ ചേട്ടനെയൊക്കെ ഭയങ്കര കാര്യമാണ്. ഞാൻ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം സിബിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കൊല്ലത്ത് വെച്ചിട്ട്. അപ്പൊ അവിടെ ജിൻഡോ ചേട്ടനൊക്കെ വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, സിബിന്റെ കൊണ്ടുവന്ന് നമ്മുടെ ആ ഒരു പ്രൈസ്, അതായത് നമ്മുടെ ഗിഫ്റ്റ് അല്ലല്ലോ എന്തോ ഇത് പറയുന്നത്, മറ്റേ അയ്യോ എന്തോ അതിന് പറയുന്നത്, മറ്റേ സാധനം, കിട്ടിയ സാധനം അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടു. എന്താണെങ്കിലും അവരൊക്കെ നല്ല കോണ്ടാക്ട് തന്നെ ഇരിക്കട്ടെ, നല്ല കാര്യം. അപ്പൊ ഇങ്ങനെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടേ. ആർക്കെങ്കിലും ഒക്കെ ദുബായിലുള്ളവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോവുക. അത് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും, അങ്ങനെ പോവുക. അപ്പം ഗവൺമെന്റ് 14 ലക്ഷം രൂപയ്ക്ക് മേളിലല്ലേ ഒരാൾക്ക് ഗിഫ്റ്റ് കിട്ടിയാൽ നിങ്ങൾ അത് കൊണ്ടുപോകല്ലേ? ദൈവമേ, ഗിഫ്റ്റ് ഒന്നും കിട്ടാത്ത ഭയങ്കര ഭാഗ്യമല്ലേ? എന്തിനാ? നമുക്ക് തന്നെ സങ്കടം വരും. കിട്ടുന്നതിന്റെ പകുതി യുവമാര് കൊണ്ടുപോകും. എന്തായാലും ആവട്ടെ. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ. പോട്ടെ.